അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. നമ്മൾ ഒറോട്ടിയും കക്കറോട്ടിയൊക്കെ കഴിച്ച് മടുത്തല്ലേ, അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഫുഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഇത് ഒരു പത്തിരി മാവിൽ നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒരു ഹാഫ് മൂൺ പെയിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി ആവിയിൽ വേവിച്ച് ഒരു തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് ഒരു നിലാപ്പത്തിരി ഉണ്ടാക്കിയാലോ. പേര് പോലെ തന്നെ ഒരു അടിപൊളി ഡിഷാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നിലാപ്പത്തിരിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം മസാല റെഡിയാക്കി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോന് കോഴി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 3 വലിയ സവാള നമ്മുടെ മുട്ട ഓംപ്ലേറ്റിനൊക്കെ മുറിച്ചിടുന്ന പോലെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, മല്ലിയില. ഇത് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ഇനി നമ്മൾ ആ പത്തിരിൻ്റെ അരിപ്പൊടി എടുത്ത് കുഴച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച പത്തിരിപ്പൊടി 2 കപ്പാണിത്. ഇത് നമ്മുടെ 1/4 കപ്പ് തേങ്ങയിൽ ഒരു 4 ചെറിയുള്ളി, 4 പീസ് ചെറിയുള്ളി, 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് അരക്കാനുള്ള അരപ്പാണ്. ിത് പിന്നെ വേണ്ടത് നമ്മൾ ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 4-5 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. വഴന്നിട്ടൊരു ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് മസാലപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ഇവിടെ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കണം. ആ സമയത്ത് നമ്മൾ എന്താക്കണം, ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പോളം നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് മിക്സ് ആക്കണം. ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടതുകൊണ്ട് ആ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് ലാസ്റ്റാണ് നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. എന്നിട്ട് തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊരു ജ്യൂസി ടൈപ്പ് ആക്കണം. അപ്പോഴാണ് ആ മസാലയ്ക്ക് ഒരു തേങ്ങൻ്റെ ആ രുചിയൊക്കെ വരണം. അപ്പോൾ നമ്മളൊരു ജ്യൂസി ടൈപ്പ് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള ഈ മസാല ഉണ്ടാക്കി എന്നിട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും മിക്സാക്കിയിട്ട് മുറിച്ച് വെച്ചതും ആവശ്യത്തിനുള്ള ഗീയും കുറച്ചും കൂടെ ചേർത്തിട്ട് നമ്മുടെ മസാല ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം. മസാല ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട. ഇതിന് മെയിൻ നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുക, എന്നിട്ടൊന്ന് ജ്യൂസി ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫില്ലിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനെയൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് മാവാണ്. അത് ഞാൻ വ്യക്തമായിട്ട് കാണിക്കാതിരുന്നത് എല്ലാവർക്കും അറിയുന്നൊരു പ്രോസസ്സിങ് ആണല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്ത മാവിനെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ചെറിയ നടുക്കൊരു ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ പരന്ന് വരും. അങ്ങനെ പറ്റൂലെങ്കിൽ നമുക്ക് കയ്യിൽ പരത്താം. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇതേപോലെ ഫില്ലിങ് വെച്ച് എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഹാഫ് മൂണിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഹാഫ് മൂൺ പയ്യൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ അപ്പോൾ കുഞ്ഞ് നിലാവ് പോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതിനാണ് ഈ നിലാപ്പത്തിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഹാഫ് മൂണിൻ്റെ രീതിയിൽ നമ്മൾ എന്താക്കാൻ ഇത് ഉണ്ടാക്കി നല്ലോണം പ്രസ് ചെയ്തിട്ട് കുറച്ച് അരിപ്പൊടിയിൽ തട്ടിക്കൊടുക്കാൻ. അപ്പോൾ എന്താവും, ഇത് ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് അതേപോലെ ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ വയനാടുകാരെ ഒത്തൻറ്റിക് സ്റ്റൈലിലുള്ള കോഴിയടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ എന്താക്കി ഒരു ഫ്യൂഷൻ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം നമ്മൾ കോഴിയട നമ്മുടെ കക്കറോട്ടിൻ്റെ ഒരു രീതിയാണ്, നമ്മുടെ തലശ്ശേരിക്കാർ ഉണ്ടാക്കുന്ന കക്കറോട്ടിൻ്റെ ഒരു രീതി. പക്ഷേങ്കിൽ അതിന് ഫില്ലിങ് ചെയ്ത ഈ അടയെ നമ്മൾ കക്കറോട്ടിൻ്റെ മസാലയിൽ അവർ വേവിച്ചെടുക്കുന്നതിന് അവർ
കോഴിയട എന്ന് പറയുന്നത്. അതവരെ പഴയ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതിനെ ഞാൻ ആ ഒരു സ്റ്റൈലിൽ ഞാനൊരു മാറ്റി ചിന്തിച്ച് ഒരു ഫ്യൂഷൻ രീതിയിൽ കൊണ്ടുവരാം. ഒരു പാസ്താൻ്റെ ഒരു സ്റ്റൈലും എല്ലാം കൂടിയിട്ട് നമുക്കൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചൊരു നാടൻ രുചി മാറാതിരിക്കാൻ ഞാൻ അത്രയും ശ്രദ്ധിച്ചിന്. കാരണം നാടൻ്റെ തനിമ ഒരിക്കലും മാറാതെ ഒരു ഫ്യൂഷൻ രീതിയിൽ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത്. അപ്പം ഇതിന് അതിൻ്റെതായ ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ട്, നമ്മുടെ തനി നാടൻ രുചി മാറിയിട്ടുമില്ല. നമ്മളെപ്പോഴും ഈ കോഴിയട തന്നെ നമ്മുടെ കണ്ണൂർക്കാരെ പിന്നെ കക്കറോട്ടിയും പിന്നെ വയനാടുകാർ കോഴിയടയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറെ രീതിയിലൊന്ന് ചിന്തിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഫ്യൂഷൻ രീതിയിൽ ചെയ്ത നമ്മുടെ നിലാപ്പത്തിരി ഒന്ന് കഴിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ രണ്ടിൻ്റെ വെറൈറ്റി ടേസ്റ്റ് എന്താണ്. നാടൻ കൈവിട്ട് പോവാതിരിക്കാൻ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇതിൻ്റെ മസാലയും ഇതിൻ്റെ പിന്നെ ആ ഗ്രേവിയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ നിലാപ്പത്തിരിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാടൻ രുചി ഒരു വിധത്തിലും ഞാൻ മാറ്റിയിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഇതൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കണം, ഇതിനെ നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് തന്നെ ആവിയിലെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ പോകണം. പിന്നെ ഉണ്ടല്ലോ, ഇത് ആവിയിൽ വേവിച്ചെടുക്കുക ഒരുപാട് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ടുണ്ട്. കാരണം ഇതിന് ഫില്ലിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിയുന്നതും പത്തിരിപ്പൊടിയൊക്കെ തട്ടിയതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. എന്നിരുന്നാലും നമ്മളത് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ മുകളിലേക്ക് ഇടാതെ നമ്മൾ നല്ലോണം ഇതിനൊന്ന് ആവി കയറ്റി വെക്കുക. അപ്പോൾ ആ സമയത്തേക്ക് ഇത് വേകുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ മസാല തനി നാടൻ മസാലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 മുറി തേങ്ങ മാത്രമേ ഞാൻ അരക്കാൻ എടുത്തിട്ടുള്ളൂ. 1/4 മുറി തേങ്ങയും ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 3-4 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ആദ്യം ഒരു തേങ്ങ മാത്രം, കുറച്ച് തേങ്ങാപ്പാൽ നന്നായി അരച്ചതിന് ശേഷമാണ് മസാല ചേർത്തത്. അപ്പോൾ ഈ മസാല ഈ ഒരു നല്ല വൈറ്റ് കളർ എനിക്ക് കിട്ടണം. നമ്മുടെ ഒരു പാസ്തൻ്റെ ലുക്ക് വേണം, നാടൻ ടേസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതുപോലെ ആ ഒരു രീതിയിൽ ചെയ്തതുകൊണ്ട് എനിക്കതൊട്ടും ഒരു തനി നാടൻ സ്റ്റൈൽ എനിക്ക് കൈവിട്ട് പോയിട്ടുമില്ല. അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ മസാല അരച്ച് വന്നിട്ടുണ്ട്. അരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിട്ട് ആ ചെറിയ ജീരകത്തിൻ്റെ മണമൊക്കെ വേറൊരു മണമല്ല അല്ലേ. അപ്പം ഞാൻ ഇതെല്ലാം കൂടിയിട്ട് അരച്ചതും പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെറും തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് നോക്കിയിട്ട് മസാല അധികം ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പല്ലിങ്ങനെ എടുത്തിട്ട് നോക്കി. അപ്പോൾ അതൊരു ഭംഗിയില്ല. ഒരു നിലാപ്പത്തിരി എന്ന് പറയുമ്പം നിലാവിന് അങ്ങനെ ആ ഒരു ഇതൊന്നും വരൂലല്ലോ. അപ്പം ഞാൻ എന്താക്കി അതിനെ മാറ്റി നമ്മുടെ സാധാരണ അട പോലെ തന്നെ നമ്മുടെ നിലാവിൻ്റെ ആ ഒരു ഹാഫ് മൂണിൻ്റെ രീതിയിൽ തന്നെ എടുത്തു. പിന്നെ എപ്പോഴും നിങ്ങൾ മറന്നു പോകാതെ നമ്മുടെ കക്കറൊട്ടിക്കെല്ലാം നമ്മൾ വെള്ളം കുടയുന്നത് പോലെ നമ്മളിതിനെ വെള്ളം കുടഞ്ഞിട്ട് വേണം ഇത് നമ്മൾ എടുക്കാൻ, തണിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പോവും. അപ്പം നല്ല വെള്ളമൊക്കെ കുടഞ്ഞ് നല്ലോണം തണുക്കുന്നുണ്ട്. നമുക്ക് ആ തണുക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇതിനൊരു താളിപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് ഗീ ചേർത്തിട്ട് നല്ലോണം ചെറിയ ഉള്ളി താളിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ കക്കറോട്ടിക്കും ഇത് സംഭവം ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാടൻ ഒരിക്കലും ഞാൻ അതിനെ നാടൻ സ്റ്റൈലിനെ ഞാൻ അതിനെ പിന്നെ മാറ്റിയിട്ടില്ല. നാടനിലോട് കൂടെ ഞാൻ ഫ്യൂഷൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് പിന്നെ കാഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഗ്രേവിനെ ആദ്യം തിളപ്പിക്കണം. കാരണം നമ്മൾ ഗ്രേവി ഇട്ടിട്ടാണ് നമ്മൾ ഈ നിലാപ്പത്തിരി തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഈ ഗ്രേവിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ തേങ്ങയൊക്കെ അരച്ച് ചേർത്തതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കണ്ട, ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അരപ്പിൽ തന്നെ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക. അങ്ങനെ ഉപ്പൊക്കെ ചേർത്തു. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് വെന്താൽ, തേങ്ങ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിലാപ്പത്തിരിൻ്റെ ആ പത്തിരി എടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. 1-2 ഞാൻ ആ ചൂടോടുകൂടെ എടുക്കുമ്പം ഒന്ന് ചെറുങ്ങനെ ഒന്ന്
പൊട്ടീനെന്നല്ലാതെ എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടീന്. അപ്പം നമ്മുടെ മാവ് കുഴക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാവ് കുഴച്ചിട്ടുണ്ടാക്കുക. അപ്പം നമ്മുടെ ഈ വെന്ത ഗ്രേവിൻ്റെ അകത്ത് നമ്മുടെ ഈ നിലാപ്പത്തിരി ഇട്ടിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സ്പൂണിനെ കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല തിന്നായിട്ടാണല്ലോ ഇത് പരത്തിയത്. ഇനി നമ്മുടെ ഇതിനെന്താക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ താളിപ്പുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ. അപ്പം ഈ താളിപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ അകത്ത് നമുക്കൊരു താളിപ്പിട്ടാൽ നല്ലൊരു ടേസ്റ്റ്. നമ്മൾ ഈ മലയാളികളുടെ പ്രത്യേകതയാണ് എല്ലാത്തിനും താളിപ്പൊഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ഗീൻ്റെ ഉള്ളിയൊക്കെ താളിച്ച താളിപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി. ഇനി എനിക്ക് കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഫീൽ ചെയ്ത് എൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ പച്ചക്കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ബബിൾസ് വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് നമ്മുടെ ഒന്ന് ഓഫ് ചെയ്യുക. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നിലാപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ ട്രഡീഷണൽ രുചിക്കു യാതൊരു കോട്ടവും വരുത്താതെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്യൂഷൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന ഒരു അടിപൊളി വിഭവമായ നമ്മുടെ നിലാപ്പത്തിരിയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഗ്രേവി, തനി നാടൻ സ്റ്റൈലുള്ള ഗ്രേവി, പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഉള്ളിൽ ഫില്ലിങ് ചെയ്ത മസാല എല്ലാം കൂടി ഒത്തൊരുമിച്ച് വരുമ്പം ഒരു നാടനും ഫ്യൂഷനും എല്ലാം കൂടി മിക്സായ നമ്മുടെ കിടിലം നിലാപ്പത്തിരിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഒരു തവണയെങ്കിലും ഉണ്ടാക്കാൻ മറക്കരുത്. നിങ്ങൾ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാനിത് അവിടെ കാതോർത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.